ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അപ്പൂസ് ആൻഡ് ടിപ്പൂസ് വ്ളോഗ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അശാമ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ. അശാമ രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോയി. പിന്നെ എന്നാ പറഞ്ഞേ, അപ്പൂന് ഇന്ന് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൂ ഇപ്പോൾ എഴുന്നേറ്റു. ഞാനിപ്പോൾ നേരിട്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദോശ ഓൾറെഡി ഇന്നലെ അരച്ച് വെച്ചാൽ ദോശയ്ക്ക് വേണ്ടി മാവ് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ് നമ്മൾ. ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. സമ്മന്തി ഓൾറെഡി ചൂടാക്കി വെച്ചു. ദോശ അതിൻ്റെ അടുപ്പത്ത് ഇരിക്കുന്നു. അപ്പൂസിന് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൂസ് റെഡി ആകുന്നു. യൂണിഫോം ഇട്ടുകൊണ്ടൊക്കെ ഇരിക്കണം. എന്തിനാണോ വീട്ടിൽ ഇരിക്കുന്നത് പിള്ളേർ ഈ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണോ ദൈവത്തെ ഒക്കെ. ഷർട്ട് മാത്രം ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ എത്രയും കുഴപ്പമില്ല. ഇതിപ്പോൾ പാൻറ്റും ഇടണം, ഷർട്ടും ഇടണം, ടൈ ഇടണം, അങ്ങനെയൊക്കെയാണ്. ചെറുപാട്ട്. അയ്യോ, ഇത് രാത്രി ശകലം പോലും ഉറങ്ങിയില്ല. ശകലം പോലും ഉറങ്ങാനായിട്ട് പറ്റിയില്ല. എന്തോ അലാറം അടിയായിരുന്നു. ഇപ്പം നമ്മുടെ iOS ഇത് വന്നു കേട്ടോ. അലർട്ട് വന്നു തുടങ്ങി മൊബൈലിൽ. ഇന്നലെ മൊത്തം ഇതിൻ്റെ അകത്ത് അലർട്ട് വന്നുകൊണ്ടിരിക്കുക. അല്ല അപ്പൂസേ, മൊബൈലിൽ ഉറങ്ങിയോ അപ്പൂസേ? നീ ഉണർന്ന് കിടക്കുമല്ലായിരുന്ന? ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉണർന്ന് എന്തോ റൂമിൽ ഭയങ്കര ചൂട് പോലെ ഏതൊക്കെയോ പേര് ഉറങ്ങാൻ. ഇന്ന് ശകലം പോലും ഉറങ്ങാൻ പറ്റില്ല. ഭയങ്കര ഡിസ്റ്റർബ് സ്ലീപ്പായിരുന്നു. അപ്പൊ എന്താണ് അപ്പൂസ് ബാബനെ കഴിക്കാം. ടൈ എന്തിയേ? ടൈയൊക്കെ എടുത്തു വാ അപ്പൂസേ. ഇത്രയും ദിവസം അപ്പൂസൊന്നും അറിഞ്ഞില്ല. എന്നുവെച്ചാൽ ലേറ്റായിട്ട് കിടക്കുക, ലേറ്റായിട്ട് എഴുന്നേൽക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. നീ തൊട്ട് അപ്പൂസിന് ഇനി ഡെയിലി 6:55 ആകുമ്പോൾ ഓൺലൈനിൽ കയറണം. 7 മണി തൊട്ടാണ് ക്ലാസ്. അതുകൊണ്ട് നേരത്തെ കിടക്കണം, നേരത്തെ എഴുന്നേക്കണം. ഇനിയിപ്പോൾ പഠിക്കാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അപ്പൂസിനുണ്ട്. അപ്പൂസ് ആപ്പടപ്പെട്ടു. ഇപ്പൂസ് പിന്നെ കുഴപ്പമില്ല. ഇപ്പൂസിനെ പിന്നെ അമ്മ നോക്കിക്കോളും. അമ്മ നോക്കിക്കോളും ഇപ്പൂസിന്റെ കാര്യം. കൈസ്, അങ്ങനെ നമ്മൾ ജിമ്മിൽ പോയിട്ട് വന്ന കേട്ടോ. ജിമ്മിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഇപ്പൂസ് ദേണ്ട എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. അതാണ്ട് ദോശ കഴിക്കാൻ പോവാ കേട്ടോ. ഇപ്പൂസ് ദോശ കഴിക്കാൻ പോവാണ്. പല്ലൊക്കെ തേച്ചു ദോശ കഴിക്കാൻ പോവാണ്. അപ്പൂസ് അവിടെ ഓൺലൈൻ ക്ലാസ്സിലാണ് കേട്ടോ. അവർക്ക് ഓൺലൈൻ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഓൺലൈൻ ക്ലാസ്സിൽ അപ്പൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ്. രാവിലെ അവൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. കുറേ ടൈം എടുത്തിട്ട് എനിക്ക് തോന്നുന്നു 7:20 ഒക്കെ ആയപ്പോഴാണ് ജോയിൻ ചെയ്ത ക്ലാസ്സിന്. അത് പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്തെങ്കിൽ പറഞ്ഞാലും അത് വേറെ രീതിയിൽ ചെയ്യണം, എന്നാലും അത് കയറാൻ പറ്റില്ല. ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തു. അതിൽ പിന്നെ ഒരു വിധത്തിൽ അത് ജോയിനായി. ഇപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്കെന്താ പരിപാടി? ഇനിയിപ്പം ബീട്രൂട്ട് തോരൻ വെക്കണം. ബീട്രൂട്ട് തോരൻ വെച്ച് കഴിയുമ്പോഴത്തേന് തീർന്നു. നമുക്കിനി വേറെ കൂടുതലൊന്നുമില്ല. ബീട്രൂട്ട് തോരൻ മാത്രം വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. ഇന്നലെ എടുത്ത വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഇരിക്കുന്നു. അതാണ് ഇനിയുള്ള പരിപാടി. ഇനി ആശാമ വന്നിട്ട് വേണം ഇനി നാളത്തേക്കുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാളെ ഞങ്ങൾക്ക് 2 പേർക്കും ഡ്യൂട്ടിയാണ്. നാളത്തേക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൂസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? പൂസിന് TV ഒന്നും കാണാൻ പറ്റത്തില്ല. ഐപാഡിൻ്റെ അകത്ത് അപ്പൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പൂസ് ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഇപ്പം ഗൈസ്, ഇതേ അപ്പൂസിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ എന്താ പറയുന്നത്, എഡിറ്റിംഗ് പരിപാടിയുണ്ട്. എഡിറ്റിംഗ് ചെയ്ത് തീർത്തു. ഇനിയിപ്പോൾ നമുക്ക് ബീട്രൂട്ട് തോരൻ വെക്കണം. ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മുളക് വേണം. മുളക് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പറിക്കുന്നത് നമ്മുടെ തോട്ടത്തിൽ നിന്നും. ഓക്കെ, അപ്പം നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മൾ മുളക് പറിക്കാൻ പോകണം കേട്ടോ. ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് മുളക് എടുക്കാം. ഓക്കെ,
അപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യമുള്ള മുളക് നമ്മൾ പറിച്ചു കേട്ടോ. 1, 2, 3, 4 മുളക് ഉണ്ട് കേട്ടോ. 4 മുളക് മതി നമുക്ക് ഇതിനകത്ത് രണ്ട് മുളക് മതി ശരിക്കും. കൂടുതൽ എരിവായി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 2 മുളക്, ഒരു പച്ചമുളകും ഒരു പഴുത്ത മുളകും എടുക്കണം. അയ്യോ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം നമ്മുടെ പാത്രം ഇവിടെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് തോരൻ വെക്കുവാണ്. പ്രത്യേകിച്ച് തോരൻ വെക്കുന്ന എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെന്നാൽ ആ പരിപാടിയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ എണ്ണ ചൂടായി, നമ്മൾ കടുക് ഇടുവാണ് കേട്ടോ. ആദ്യമേ നമ്മൾ ഈ പരിപാടികളെല്ലാം ചെയ്യും. നമ്മുടെ ട്രോളി സ്റ്റൈലാണ് നമ്മുടെ കുക്കിങ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ബീട്രൂട്ട് നല്ല സൂപ്പറായിട്ട് അരിഞ്ഞ് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ സവാള ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മളിനി ഇത് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഇതാക്കുവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയി വരുന്നു കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ബീട്രൂട്ടെല്ലാം ഇളക്കി നല്ല സെറ്റായിട്ട് പക്കുവലായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ കൂന കൂട്ടി വെക്കും. അതാകുമ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് വേകാൻ തുടങ്ങും. അപ്പം എന്താണ് ബെറ്ററായിട്ട് വേവും. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പം ഏകദേശം വേവായി. ഇനി നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്ത് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഓൾറെഡി വെജിറ്റബിൾ നമ്മൾ ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, ഫ്രിഡ്ജിൽ നോക്കാം. നമുക്ക് ബീഫ് ഇവിടെ, ഞാൻ ഇന്നലെ ബീഫ് വാങ്ങിച്ചോണ്ട് ബീഫ് ഇവിടെ പോയി. ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സാധനമുണ്ട്. കഴിഞ്ഞ ദിവസം ആശാമിക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന ഒരു ചോക്ലേറ്റ് അവിടെ ഇരിക്കുന്നത്, അത് കഴിച്ചില്ല ആശാമ. പിന്നെ ഇവിടെ പറഞ്ഞാൽ ഇരിപ്പുണ്ട് ആശാമിക്ക് വാങ്ങിക്കുന്നത്. ആശാമിക്ക് ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കൂടുതൽ കഴിക്കുന്നത്. അവൾ ആപ്പടെ കാപ്പിക്കകത്ത് മാത്രമാണ് മധുരം ഇട്ട് കഴിക്കുന്നത്. പിന്നെ അങ്ങനെ മധുരം കഴിക്കത്തേ ഇല്ല. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനങ്ങളുണ്ടോ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, കൊഞ്ചിരിക്കുന്നു, മീനുകൾ ഇരിപ്പുണ്ട്. പിന്നെ ഇതൊരു ഞണ്ട, ഞാൻ ചൂണ്ട ഇട്ടിട്ട് പോയിട്ട് വന്നപ്പോൾ കിട്ടിയ ഞണ്ട. അത് ഒറ്റ ഒരെണ്ണം കിട്ടുള്ളൂ, അതുകൊണ്ട് പിന്നെ പോകാനും പറ്റിയില്ല, അതങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം മീനൊക്കെയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ വാങ്ങിച്ചേക്കുന്നുണ്ട് ഈ ബീഫാണ് കേട്ടോ. കാമിൽ പറഞ്ഞ ബീഫാണ്. നമ്മുടെ ഇത് വരുന്നത് പഞ്ചാബ് അലിഗഡിൽ നിന്ന് വരുന്നത് കേട്ടോ. മേഡ് ഇൻ ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയിലെ ബീഫാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കുവാണ്. നമ്മൾ നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അലാന എന്ന് പറഞ്ഞിട്ടൊരു ബഫലോ മീറ്റ് ആയിരുന്നു. അപ്പം അത് ഇപ്പം വരുന്നില്ല, നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരാത്തതുകൊണ്ട് നമുക്കിപ്പം കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നോക്കിയിട്ട് വലിയ ചവൊന്നുമില്ലാത്ത രീതിയിലുള്ള ഇതാണ് വാങ്ങിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ അറിയില്ല എങ്ങനെയാണ്, നമ്മൾ ഇനി ഓപ്പൺ ചെയ്ത് മുറിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. എനിക്ക് സമയം അറിയാമോ? 5:20 എനിക്ക് രാവിലെ അല്ല, വൈകിട്ട് എണ്ണിക്കുന്നുണ്ടോ? ഒത്തിരി പണിയുണ്ട്. വാ, ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവരെ ശല്യപ്പെടുത്തരുത്. അവർ ഉറക്കം തീരാൻ വരെ ഉറങ്ങട്ടെ വിചാരിക്കണം. ഞാൻ എണ്ണീറ്റല്ലോ. കറി ഉണ്ടാക്കണം, കൊറേ പണികളുണ്ട്. ബാ, ചായ തരാം. ബാ, പോത്തില്ല, ഞാൻ പോയി കണ്ട എനിക്ക് എന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. എനിക്കും ഉണ്ടായിരുന്നു ക്ഷീണം, പക്ഷെ പണിയുണ്ടല്ലോ. സൗണ്ട് മാറിയിട്ടുണ്ട്. മൂക്കടയുന്നു. ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങണം. അലാറം അടിച്ചാൽ മനുഷ്യ ഉറങ്ങാൻ പറ്റുമോ?
സമയം ഇത്രയായില്ലേ? ഞാനും പെട്ടെന്ന് എണീക്കാൻ ഓർത്തിട്ട് കിടന്ന, പക്ഷെ പിന്നെ എണീറ്റപ്പോഴത്തേന് ലേറ്റായി. മതി, ഇതെന്തുവാ? എന്നെ ഉറക്കത്തിന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു ഗൈസ്. ആശാമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ഷീസ് ടയർഡ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അവള് കുറച്ച് നേരം ഭർത്തനം പണ്ട് അവിടെ കിടന്ന മീൻസ് ഇത് കണ്ട് നമ്മുടെ ഇപ്പോൾ വാറിനെ പറ്റിയിട്ടുള്ള വിശകലനമൊക്കെ ഞങ്ങളിങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് ആശാൻ പതുക്കെ എഴുന്നേറ്റ് പോകുന്നു. ഞാനവിടെ കിടന്നു ഉറങ്ങി. ഇയാൾ ഇപ്പോൾ അടുക്കള വന്നപ്പോൾ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് കഴിക്കാനുള്ള മുട്ട, ഇന്നത്തെ പ്രോട്ടീൻ, പിന്നെ കാർബ്, ചോറ് കുക്കറിൽ കിടക്കുന്നു, പ്രോട്ടീൻ ഇത് കാർബ്, പിന്നെ നമ്മൾ ബീഫിന് വേണ്ടിയിട്ട് അവിടെല്ലാം അരിഞ്ഞ് മീൻസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബീഫ് അരിയുക, നമുക്ക് കുക്കറിൽ കയറ്റുക എന്നുള്ള മാത്രം മതി. ബീഫ് വെള്ളത്തിലിട്ട് നല്ല ബീഫാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആണ് കേട്ടോ. പക്ഷെ ഇത് വലിയ സുഖമില്ല, ഒരു നോക്കാം കഴിച്ചു. ബീഫ് കറി വേണ്ടേ? ബീഫ് ഫ്രൈയോ? ചപ്പാത്തി. നമ്മൾ ഇന്ന് ക്ലാസ് ഡാഡി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കി വയ്ക്കും. നിങ്ങള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പത്തേക്ക് ഞാൻ പറയും ബീഫ് ഫ്രൈ ഉണ്ട്, ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, മുട്ടയുണ്ട്. നോക്ക് പറയാ പോന്നെ. അല്ല ഞാൻ പറയാതെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പറയാം ഉണ്ട് എന്ന് പറയും. മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ബീഫ് കറി പെട്ടെന്ന് നോക്കാം. അമ്മ കുക്കറിലിട്ടിട്ട് 4-5 അടി അഴിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഉള്ളത്തില്ല എന്നാന്നും പറയുന്നത്. ഉള്ള ഏതൊക്കെ എന്റെ കൈ കെട്ടുന്ന മസാല ഒക്കെ ഇടും കഴിച്ച് ഞാൻ. എല്ലാം ഒരു പരീക്ഷണം പോലെ. എനിക്ക് അന്നപ്പത്തെ മൂഡ് പോലെ എനിക്ക് എന്തൊക്കെയാണ് ഞാൻ ചെയ്തോളാം. ഇതാകുമ്പോൾ വലിയ ശല്യമൊന്നുമില്ല, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അടുക്കളയില് ഈ അന്നപ്പന്റെ പണിയാണ്. അവന്റെ പൊക്കിന് 50 കടിയല്ലേ? 54. അതൊക്കെ പുറകെ കിട്ടുള്ളൂ. 54 KD ഗൈസ്. ഇപ്പോസിന്റെ ബുക്ക് വാങ്ങിച്ചത് ഇന്ന് എന്നാ ഞാൻ പോയി വാങ്ങിച്ചത്. ഞാൻ ജിമ്മിൽ പോകുന്ന പോയി വാങ്ങിച്ചത് ഇല്ല, പോയി വാങ്ങിക്കുമായിരുന്നു. വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് ഇനിയിപ്പോൾ ഇപ്പോസിന് ക്ലാസ് തുടങ്ങാൻ പോവാ. ഇപ്പോസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് ഈ വീട്ടിൽ നിന്നിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പനെ പിന്നെ ഒരാൾ കൂടെ ഇരിക്കണം, കാരണം കുഞ്ഞു വെച്ചല്ലേ. അപ്പൂ നല്ലതായിട്ട് ഇഷ്ടംപോലെ ഇരുന്നിട്ട് അറ്റൻഡ് ചെയ്തത് അപ്പൂസിനത് ഇപ്പൂന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി ഇതുവരെ. പിന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്തില്ല. ഒരാൾ ഇരിക്കണം അവൻ്റെ കൂടെ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞു പിള്ളേർക്കല്ല ഒരു വൈകുന്നേരം ആക്കി വെക്കുന്നു. കാരണം പേരൻസ് ഇല്ലാതെ പറ്റത്തില്ല. ഏതെങ്കിലും ഒരാൾ കാണുമല്ലോ അല്ലേ? ഈവനിങ് ടൈം മദറോ അല്ലെങ്കിൽ ഫാദറോ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോ ഡ്യൂട്ടി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. രണ്ടുപേരും നഴ്സുമാരാണെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ഇത് വലിയ പാടാണ്. ആരാ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഞാൻ അറിയിക്കുന്നു. 2 മാസം ക്ലാസ്സിലൊന്നുണ്ട്. ഇപ്പൊ എന്നാ ചെയ്യാനാ, എന്നെ പറ്റാനാ? ഒന്നും പറ്റാനൊന്നുമില്ല. ഇത്ര തൊട്ട് ഇത്രാം ക്ലാസ് അതൊക്കെ വേണ്ട. 10 ഓക്കെ, 8 തൊട്ട് ഓക്കെ മസ്റ്റായിട്ടും ഓൺലൈൻ ക്ലാസ് ചെയ്യാം. അത് ആളുള്ളത് എന്തെങ്കിലും ക്ലാസ് വന്നിട്ട് ഇവിടെ ഇത് വീഴാൻ പോകുന്നില്ലല്ലോ അല്ലേ? ഇത് വീഴാൻ പോകുന്നില്ലല്ലോ. ഇപ്പൊ ഒരു യുദ്ധം വന്ന് എന്നെ ചെയ്യും ഇവരെങ്ങനെ ക്ലാസ് നടത്തും? ഒരു യുദ്ധം വന്നു ഇവിടെ. ഇപ്പൊ ഇവിടെ ഒക്കെ ഭയങ്കര യുദ്ധമാണ്. എന്നെ ചെയ്യും ഇവര്. എന്നപ്പോ എന്നെ ചെയ്യും ഇവര്. നമ്മൾ വേണ്ട 1 kg നമ്മള് ബഫല്ലോ മീറ്റ് എടുത്തിട്ട് ഇത്രയും ഒരു 250 ഗ്രാമോളം, ഏകദേശം 250 അല്ല, നോട്ട് 250, അറൗണ്ട് 300-350 ഗ്രാമോളം ചവാണ് കേട്ടോ. ഇത് വേസ്റ്റാണ് ഫുള്ള്. മസിൽ ഫൈബേഴ്സ്, നെയ്യ്, നമുക്ക് കാപ്പട കിട്ടിയാണ് ഇത്രയും ബീഫാണ് കിട്ടിയത്. ഒക്കെ ബഫല്ലോ മീറ്റാണ് നമുക്ക് ഇത്രയും കിട്ടിയേക്കുന്നത്. ഈ കമ്പനിയുടെ
ഈ കമ്പനിയുടെ മീറ്റ് അത്ര നല്ല ഒരു സുഖം തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കളറാണ് മീറ്റ്. ആദ്യം ഞാൻ എടുത്ത ഒരു പീസിൻ്റെ ഒരു പീസ് എന്നാ പറയുന്നത് ലൈറ്റ് റോസ് കളറായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന വലിയൊരു പീസ് അത് നല്ല ബ്ലാക്ക് കളർ പോലെ. അപ്പം മനസ്സിലായില്ല അതിനകത്ത് മിക്സ്ഡ് ആണെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരു പീസ് വേറെ ഏതോ മീറ്റാണ്. ഓരോ പീസ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അത്രയും ലൈറ്റ് കളർ മീറ്റ് വന്നിട്ട് പശുവിൻ്റെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ വാങ്ങിക്കാറുള്ള. പശുവിൻ്റെ മീറ്റാണെന്ന് തോന്നുന്നു എനിക്ക്. മിക്സ്ഡാ മീറ്റ് അത്ര പോരാ. അപ്പം കഴിച്ചാണ്ട് ആശാമ ഈ പൂസിനെ ക്ലാസ്സിന് ഇരുത്തി പോയി അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ട് തന്നിട്ടാണ് പോയത്. അപ്പോൾ അത് കഴിക്കാം. ഈ മുട്ട സുഖമല്ല, ടേസ്റ്റില്ല. ഇവിടെ 2 പിള്ളേരാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് 40 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയും അപ്പുറത്ത് 7 ഇയറുള്ള ഇപ്പൂസിൻ്റെ ഇരുത്തൊക്കെ ഉണ്ടോ. ടീച്ചർ പിള്ളേരെ പൂര വഴക്കാം. എല്ലാരും വീഡിയോ ഓഫ് ചെയ്ത് സ്റ്റിക്കർ അയക്കുന്നു, വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇറങ്ങി പോകുന്നു. പിന്നെ ഓടി നടക്കുക, ബാത്റൂമിൽ പോകും. ഓക്കെ, കൊച്ചു പിള്ളേരല്ലേ, എന്താ ചെയ്യാനാ, വീട്ടിലിരിക്കുമ്പോൾ പിള്ളേരാണ് അടങ്ങിയിരിക്കുമോ. അപ്പം ഗൈസ് നമ്മുടെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീഫ് എന്താ പറയുക കുക്കറിൽ വെക്കാൻ പോവാണ് കേട്ടോ. അതിനകത്ത് കൂടുതലൊന്നുമില്ല. ഇപ്പോൾ വെള്ളം ഞാൻ ഊറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ സ്വല്പം ഗരം മസാല, പിന്നെ മീറ്റ് മസാല ഇത്ര ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ടൊമാറ്റോ, കറിവേപ്പില, ഇത്രയും സാധനം അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് നമ്മൾ എന്താ പറയുക ഞെരടി അത് മിക്സ് ചെയ്യും. ഓക്കെ, നല്ലതായിട്ട് ഞെരടിക്കൊണ്ട് അത് സെറ്റ് ചെയ്തിട്ട് നേരെ അടുപ്പേക്ക് കയറ്റുക. നമ്മളൊരു 6-7 വിസിൽ വെയിറ്റ് ചെയ്യും. ഒരു 6 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കും. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സവാള എന്താ പറയുന്നത് ഇട്ടിട്ട് മറ്റേ കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തോട്ട് താളിക്കുക എന്ന് പറയത്തില്ല, ആ സംഭവം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ചിലർ ഇതിൻ്റെ അകത്ത് മറ്റേ കായം ചേർക്കത്തില്ലേ, കായം ചേർക്കും. ചിലർ ഉലുവാപ്പൊടിയും ആഡ് ചെയ്യും. എന്തായാലും ഞാൻ റെഡി ആയിട്ട് കേട്ടോ. ബീഫൊക്കെ എല്ലാവർക്കും അറിയാതെ ഞാൻ കാണിക്കേണ്ട കാര്യമില്ല. എവരിവൺ നോസ്. അടച്ചിരിക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ ബീഫ് നമ്മൾ കുക്കറിലാക്കി അരിഞ്ഞു വെച്ച സവോള, ഇഞ്ചി, എന്താ പറയുക ഗാർലിക്ക്, കറിവേപ്പില പോലെ ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ച് എല്ലാം ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തു. വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി അധികം വേണ്ട, ഒരു ചെറിയൊരു എന്താ പറയുക ടീസ്പൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വേണ്ട മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് കുരുമുളക് ആഡ് ചെയ്യാം. കുരുമുളക് നമുക്ക് ഒരു ഇത്രയും മതി, അര ടീസ്പൂൺ മതി. ഓക്കെ, എല്ലാം ടീസ്പൂൺ കണക്കേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ടേബിൾ സ്പൂൺ കണക്കിലേക്ക് പോകും. ടേബിൾ സ്പൂൺ കണക്ക് മീറ്റ് മസാലയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 1 1.5 ഇത്രയും മതി, ഒത്തിരി മസാല വേണ്ട. പിന്നെ നമ്മുടെ ഗരം മസാല വന്നിട്ട് 3/4 ടേബിൾ സ്പൂൺ. ഓക്കെ, 3/4 ടേബിൾ സ്പൂൺ അല്ല 3/4 മതി. സ്വല്പം കൂടെ പൊടിക്കിട്ടുണ്ട്. അപ്പോൾ 3/4 ടേബിൾ സ്പൂണ് ഗരം മസാല, അതുപോലെ മറ്റേത്
1.25 അല്ലേ മീറ്റ് മസാല. അത്ര മതി, ഒത്തിരി വേണ്ട. പിന്നെ അതേപോലെ തന്നെ ചില്ലി പൗഡർ. ഇത് കാശ്മീരിയാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് 2 ടീസ്പൂൺ, 2 മതിയല്ലോ, 2.5 ഓക്കെ. 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഇതെല്ലാം കണ്ടോ നമ്മുടെ മീറ്റിൻ്റെ അകത്തോട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മീറ്റിൻ്റെ അകത്തോട്ട് ഇട്ടേക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മാറിനേറ്റ് ചെയ്യുക, അത് മീൻസ് നല്ലതായിട്ട് ഞെരുടുക, മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്നാ പറയുന്നത് അടുപ്പയിൽ വെക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇനി വെള്ളമൊന്നും ഒഴിക്കത്തില്ല, ഓൾറെഡി മീറ്റിൻ്റെ അകത്ത് വെള്ളം വരും. അപ്പോൾ ആ വെള്ളത്തിൽ അത് വെന്തോളും. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് വേണ്ട, 3 മിനിറ്റ് നല്ലതായിട്ട് ഞെരടി അത് മിക്സ് ആക്കുക കേട്ടോ. ആ ഞെരടുമ്പോൾ ഉണ്ടല്ലോ ചീറ്റാത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യില്ലേ, സവോളയും എല്ലാം കൂടെ. എന്നാ മണം അറിയോ? ഒരു രക്ഷയില്ല കേട്ടോ. എരിവ് കൂടിയാൽ തീർന്നു, പിള്ളേർ കഴിക്കില്ല. ഫോൺ വന്നു, അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ബീഫ് കറി സെറ്റായി. ഒരേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, എരിവ് കൂടിപ്പോയി കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പരിപാടികൾ നമ്മുടെ കിച്ചണിലെ പരിപാടി കഴിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു, ബീഫ് കറി ആയി. നമുക്ക് തോരന ഓൾറെഡി ഇപ്പം ചോറെല്ലാം ആയി ഇങ്ങനെ ഇരിക്കുന്നു. കഴിച്ചില്ല. ഇപ്പൂസിൻ്റെ ക്ലാസ് കഴിഞ്ഞില്ല, 8:30 ഇപ്പം കഴിയുമെന്ന് തോന്നുന്നു. അപ്പൂസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പൂസിവിടെ കിടന്ന് TV കാണാം. ഇപ്പൂസും കൂടി ഇല്ലാത്തതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബോറടിച്ചിരിക്കുക. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞിരിപ്പുണ്ട്. മാറിയോ? സെറ്റായോ? ഇപ്പോഴും സൈക്കോ വൈറ്റിട്ട് തന്നെന്നാ പറയുന്നത്. അവിടെ അമ്മയും മോനും കൂടെ മുട്ടനടിയാ കേട്ടോ. ഒരു മിനിറ്റ്, അമ്മയും മോനും ഇവിടെ മുട്ടനടിയാ കേട്ടോ. ഒച്ചപ്പാട് ഇവിടെ അപ്പുറത്ത് കേക്കാം. അല്ല, അവനവിടെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, നാഗവല്ലിയായി ആശാമ. പപ്പൂത്തിലുള്ള കിട്ടും കലിപ്പ. ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആശാമ പിന്നെ വേറെ ലെവലാവും. നാഗവല്ലി മനോ. ഇപ്പം എൻ്റെ അത് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഡാൻസ് കളിച്ച് ഇങ്ങോട്ട് അനയിക്കാം. അപ്പോൾ നിനക്കിട്ട് തരുമെന്ന് ഇപ്പം പഠിക്കാൻ പോയി പെട്ടെന്ന് പഠിക്കാൻ നോക്കി. ചെറിയൊരു വീഡിയോ ചെയ്ത് വെറുതെ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കരുത്. പെട്ടെന്ന് പോയിട്ട് പഠിക്കാൻ പരിപാടി നോക്കുക. ആ പിന്നെ അതിൻ്റെ അടുത്തത് ഞാൻ കയറി പിടിക്കും. പിന്നെ അടിയുണ്ടാവും ഇവിടെ, ഞാനും അമ്മയും കൂടെ അടിയാവും. ഇപ്പം മിക്കവാറും ഇവിടെ മൊത്തത്തിൽ അടിയാവും. ഞാൻ പോയി കുളിക്കട്ടെ. നമുക്ക് കുളിക്കുക, മരുന്ന് കഴിക്കുക, എല്ലാം കഴിക്കുക, കയറി കിടന്ന് ഉറങ്ങുക എന്നുള്ള പരിപാടി മാത്രം. നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. എനിക്ക് ഒരു രക്ഷയില്ല. ജലദോഷം തലവേദന എടുക്കുന്നു, പെള്ളിക്ക് വേന എടുക്കുന്നു, ദേഹമേനൊക്കെ എടുക്കുന്നു. ദേഹം കഴിയിട്ട് കുളിക്കട്ടെ ചൂടുവെള്ളത്തിൽ. അങ്ങനെ അപ്പൂസ് ചപ്പാത്തിയും ബീഫും കഴിക്കണം കേട്ടോ. എങ്ങനെയുണ്ടാ ബീഫ്? എരിവുണ്ടല്ലേ ഇച്ചിരി? ഇച്ചിരി എരിവുണ്ട്. ഇപ്പൂസ് ഇവിടെ തന്നെ കഴിക്കുന്നത്. ഇപ്പൂസ് പറഞ്ഞ് തന്നെ കഴിച്ചോളാം പറഞ്ഞു. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നേക്കും എൻ്റെ കുഞ്ഞ്. ആണോ? അമ്മ ഇപ്പോട്ട് അടിയായെന്ന് തോന്നുന്നില്ല അവസാനം. ഇപ്പോൾ എങ്ങനെയുണ്ടാ ബീഫ്? നല്ലതാണോ? അത് ബീഫും കൂടെ കൂട്ടി കഴിക്കുക. ചപ്പാത്തി മാത്രം പെറുക്കി തിന്നാതെ. ബീഫല്ലേ അത്രയും നിനക്ക് തന്നല്ലേ, കഴിക്കാൻ വേണ്ടി തന്നല്ലേ. വലിയ പീസാക്കി തരണോ ഡാഡി? മുറിച്ച് തരണോ ചപ്പാത്തി? തന്നെ കഴിച്ചോളാം. ഓക്കെ. അയ്യോ ഗൈസ്, പനിയാന്ന് തോന്നുന്നു ഗൈസ്. ജലദോഷം. 3 പനിയാന്ന് തോന്നുന്നു കേട്ടോ. ജലദോഷമായി, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ തലവേദന, ഞാൻ പറഞ്ഞല്ലോ തലവേദന, ശരീരവേദന. അപ്പം എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ പനിയാവും. ആശാമ കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ചപ്പാത്തി
വിത്ത് ബീഫ് കറി കൊടുക്കത്തെ ഒരുപാട് പിള്ളേർ അവസാനം പെപ്സി വാങ്ങിച്ചു കൂടിയപ്പോ എരിവ് കൂടിപ്പോയി. അതായത് ഞാനെന്താ അറിയാ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതാണല്ലോ. ഞാനിപ്പം ഞാൻ മുളക് പൊടി അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 2 സ്പൂൺ അങ്ങ് മുളക് പൊടി ഇട്ടു. ഇച്ചിരി റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. റിച്ചായി, എരിവില് റിച്ചായിപ്പോയി. ഞങ്ങളെന്നാൽ ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കിടക്കുക. ഓൾറെഡി എല്ലാവരും ടയർഡാണ്, ആസാമിയും ടയർഡാണ്, ഞാനും ടയർഡാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കുവാണ്. അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ. ബൈ.